ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും ഓണാണ്. പക്ഷേ എനിക്ക് ഇന്ത്യയിൽ ഞാൻ ഈ പറയുന്ന വീഡിയോകൾ കേന്ദ്ര ഗവൺമെൻറ് എന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ ഒഴികെയുള്ള വിദേശ രാജ്യങ്ങളിൽ എൻ്റെ വീഡിയോ കിട്ടും. അപ്പം പല സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടു, കാരണം അവർക്ക് വീഡിയോയ്ക്ക് താല്പര്യമുണ്ട്. അപ്പം അതിൻ്റെ സ്ട്രാറ്റജിക്കായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയുവാനും എൻ്റെ അഭിപ്രായം, വീണ്ടും ഞാൻ പറയും, ഞാൻ ഈ എക്സ്പേർട്ട് എന്ന് പറയും, ഞാൻ ഗ്രൗണ്ട് സീറോയിൽ പോയി റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ വളർന്നു വന്നൊരു ജേർണലിസ്റ്റ്. ഇപ്പോൾ പറയാൻ പോകുന്നത്, ഇപ്പം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഇന്ത്യയുടെ ഡിഫൻസ് ഒഫീഷ്യൽസും എല്ലാം പറയുന്നത് വലിയ സക്സസ് ആയിരുന്നു. അതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ബാക്കിയുള്ള ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഓരോന്നായിട്ട് പുറത്ത് വരും. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. കാരണം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. ഒളിക്കാനും മറയ്ക്കാനും ഒരു ടൈം ബീങ്ങിനെ സാധിക്കുകയുള്ളൂ. അതിലെ ഏറ്റവും വലിയൊരു തെളിവ് ഞാൻ പറയാം. ഇപ്പം സംഘ് പരിവാറിൻ്റെ മോദി ഡ്രീം, കാരണം മോദിയാണ് ഏറ്റവും വലിയ നേതാവ്, അങ്ങനെ സംഭവം. കാരണം മോദി ഫാൻ കഴിഞ്ഞ 12 മണിക്കൂർ കൊണ്ട്, അതായത് സീസ് ഫയർ ഡിക്ലെയർ ചെയ്ത ശേഷം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും, എസ്പെഷ്യലി ട്വിറ്റർ, ഈ ഹിന്ദി, അതേപോലെ മറ്റുള്ള, എനിക്കറിയത്തില്ല മലയാളത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റുകൾ വരുന്നോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ത്യയിൽ സംഘ് പരിവാറിൻ്റെ ഹാൻഡിലേഴ്സ്, അതായത് ഗവൺമെൻറ്റിനെ, മോദി ഗവൺമെൻറ്റിനെ, BJP ഗവൺമെൻറ്റിനെയും സപ്പോർട്ട് ചെയ്യുന്നവ, അവർ ശക്തമായ പ്രകോപനത്തിലായി. എന്താ ഇതിൻ്റെ കാരണം? അത് നിങ്ങൾ തന്നെ അനുമാനിക്കുക എന്താ ഇതിൻ്റെ കാരണം. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ ഓണാണ്. പക്ഷെ അറിയുവാൻ സാധിച്ചത് ഈ പറയുന്ന സംഘപരിവാർ അനുകൂലമായിട്ടുള്ള ആൾക്കാരെ പസിഫൈ ചെയ്യുവാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ടാക്ടിക്സ് എടുത്ത്. അതിനെപ്പറ്റിയും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം ഗവൺമെൻറ് പറയുന്നു, അത് ഞാൻ അനുസരിക്കുന്ന ഒരാൾ. കാരണം ഇന്ത്യയിലുള്ള എല്ലാ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുക, പണ്ട് മുതലേ ജീവിക്കുന്ന ഒരാളാണ്. ആ രീതിയിൽ തന്നെ പോകുവാനാണ് എനിക്ക് താല്പര്യം. നിങ്ങളതിന് എക്സോ ഇസഡോ വൈ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് എന്നെപ്പറ്റി അറിയാവുന്നതുകൊണ്ടും ഇതിനെപ്പറ്റിയുള്ള സത്യാവസ്ഥ അറിയാവുന്നതുകൊണ്ടും എന്നെപ്പറ്റി അറിയാവുന്നത് കൊണ്ടും ഇപ്പം ഞാൻ ആ രീതിയിൽ തന്നെയാണ് പോകാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പോകേണ്ട സംഭവമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, സെപ്റ്റംബറിൽ ബീഹാർ ഇലക്ഷന്, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വർഷം കേരളത്തിലെയും ബംഗാള്, തമിഴ്നാട്, മറ്റുള്ള പല സ്റ്റേറ്റുകളിൽ ഇലക്ഷനാണ്. ഇവിടുത്തെ ഒപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടിയൊന്നുമല്ല, BJPക്കകത്ത് ഇതേപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ്, അതായത് ഇന്ത്യ ഇന്ന് വരെ പുലർത്തിയിരുന്ന ഒരു തേർഡ് പാർട്ടി മീഡിയേഷൻ ഇല്ലാതെ, അമേരിക്കൻ പ്രസിഡന്റാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ യുദ്ധം നിന്നു, സീസ് ഫയർ പ്രഖ്യാപിക്കുന്നത്. ഒരു അപ്പം പ്രൗഡ് ടു ബി എ ഇന്ത്യൻ എന്ന് പറയുമ്പോഴും ഒരു തേർഡ് പാർട്ടി മീഡിയേഷനിലോട്ട് ഇന്ത്യയെ ഈ രീതിയിൽ ആക്കിയതിൻ്റെ കാരണം അതും നിങ്ങൾ അനുമാനിക്കുക, ഞാനൊന്നും പറയുന്നില്ല. കാരണം ഞാനിത് പറയുകയാണ്, ഓപ്പറേഷൻ സിന്ദൂർ ഓണാണ് ഗവൺമെൻറ്റിൻ്റെ കണ്ടെത്തുക. ചില കാര്യങ്ങൾ പറയാം, കാരണം നിങ്ങളും കൂടെ അത് സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ രീതിയിൽ റിസർച്ചും പരിപാടികളൊക്കെ ചെയ്തോളാം. അതായത് നമ്മൾ ഒക്ടോബർ ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്ത് ഗവൺമെൻറ് ഓഫ് ഇസ്രായേൽ എല്ലാവരും പറഞ്ഞു, ഉടൻ തന്നെ പറഞ്ഞു, അവർക്ക് ഇൻ്റലിജൻസ് ഫെയിലിയറാണ്. അല്ലായിരുന്നെങ്കിൽ ഈ ഹമാസിനെ ഇതേപോലുള്ള ശത്രുക്കളെ അസസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായത്. ഇസ്രായേലി ഗവൺമെൻറ്റും പെട്ടെന്നൊരു കമ്മിറ്റി വെച്ച്, കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു. നിങ്ങൾ കണ്ടു കാണും, ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സിൻ്റെ ചീഫിനെ മാറ്റി, മറ്റ് പല ആൾക്കാരുടെയും തല തെറിച്ചു. കാരണം
റെസ്പോൺസിബിളായ ഒരു രാജ്യമാണ്. ചെറിയ രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്, പക്ഷെ റെസ്പോൺസിബിൾ രാജ്യമാണ്. അടുത്ത ചോദ്യം, ഇപ്പോൾ October 8 ഇത് കഴിഞ്ഞ ശേഷം ഇസ്രായേൽ തിരിച്ചടിച്ചത്, അതായത് വാർ ഡിക്ലെയർ ചെയ്ത് തിരിച്ചടിച്ചത് എനിക്കറിയാം 1 മാസം എടുത്തു. എന്താണ് അവർ 1 മാസം എടുത്തത്? ഹമാസ് എന്ന് പറയുന്ന പാകിസ്ഥാനെ പോലെ ഒരു പ്രൊഫഷണൽ മിലിറ്ററി ഉള്ള രാജ്യം മറ്റുള്ള ചൈനയുടെയോ ടർക്കിയുടെയോ ഒന്നും സപ്പോർട്ടില്ല. അവർക്ക് ഇറാൻ്റെ പ്രോക്സിയായിട്ട് നിന്നുള്ള വെപ്പൺസ് അത്രമാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഹൈടെക് വെപ്പൺസ് ഈ ടർക്കിയും ചൈനയും കൊടുത്തുള്ള വെപ്പൺസ് ഒന്നും ഹമാസിൻ്റെ ഇല്ല. അതേപോലെ തന്നെ അവർക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഹിസ്ബുള്ള, അവർ ഒരു മിലിഷ്യ ഓർഗനൈസേഷനാണ്, ഷിയ ബേസ്ഡ്. അവർക്ക് ഈ പറയുന്ന പോലെ ഇറാൻ കൊടുക്കുന്ന വെപ്പൺസ് മാത്രമേ ഉള്ളൂ. അവർക്കും ഈ പാകിസ്ഥാൻ പോലെ കിട്ടുന്ന പോലെ മറ്റോ ഭാഗത്തുള്ള വെപ്പൺസോ വാർ ടെക്നോളജിയോ ഒന്നും അവരുടെ കയ്യിലും ഇല്ല. പിന്നെ ഹൂത്തികൾ, ഇതേപോലെ തന്നെ ഇറാൻ സഹായിക്കുന്ന പ്രോക്സീസ്. ഇനി അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് അതിൽ 1 മാസം എടുത്തത്? ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ എന്ന് പറഞ്ഞാൽ 3000 കിലോമീറ്ററിൽ അധികമുണ്ട് ബോർഡർ. അത്രയൊന്നുമില്ല. പക്ഷെ അവർക്കറിയാം പല രീതിയിൽ അവരെ തകർക്കാൻ വേണ്ടി ആ സമയത്ത് പല ശക്തികളും ശ്രമിക്കും. നിങ്ങൾ കണ്ടത് ഹമാസുമായിട്ടുള്ള വാർ നടക്കുമ്പോൾ ഹിസ്ബുള്ള അതേപോലെ ബാരേജ് ഓഫ് മിസൈൽസ്, ബാറ്ററി ഡ്രോൺസ്, അത് ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയാൻ 300 400 ഒന്നും അല്ല. 1 ടൈമൊക്കെ അവർ ചെയ്യുന്നത് ഏകദേശം 300 400 പറ്റേ ടൈം, പിന്നെ 300 400 അടുത്ത ദിവസം. ഇതിനെയൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുകയും ചിലതൊക്കെ വന്ന് വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹൂത്തികൾ ഫയർ ചെയ്യുന്നു, പിന്നീട് ഇറാൻ ഫയർ ചെയ്യുന്നു. ഏകദേശം 700 1000 എണ്ണം, എല്ലാം കൂടെ ഏകദേശം 4000 മിസൈൽസും ഡ്രോൺസും ഒക്കെയാണ് ഫയർ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും അതിൻ്റെ സക്സസ് റേറ്റിനെ പറ്റി. ഞാൻ പറയും ഒരു 95% അത് ഇൻ്റർവീൻ ചെയ്യാൻ, ഇന്റർസെപ്റ്റ് ചെയ്യാനും സക്സസ് റേറ്റ് ആയിരുന്നു. എന്നിട്ടും ഇസ്രായേൽ പറയുന്നത് ആ സക്സസ് റേറ്റ് പോരാ, അവർക്ക് 100% വേണം. അതിൻ്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് താട് കൊണ്ടുവന്നു, മറ്റുള്ള കൊണ്ടുവന്നു. എന്നിട്ടും ഹൂത്തികൾ ഫയർ ചെയ്ത സാധനം ടെല്ലബീബിൽ എയർപോർട്ടിൽ വീണു. അപ്പോഴും അവർക്ക് സംശയം, അപ്പം എന്തു പറ്റി? ഇതാണ് ഒരു റെസ്പോൺസിബിൾ രാജ്യവുമായി ബന്ധപ്പെട്ട സംഭവം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഏകദേശം 3000 കിലോമീറ്റർ ബോർഡർ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറുള്ള നമ്മുടെ മഹാരാജ്യത്ത് 400 ഡ്രോൺ അല്ലെങ്കിൽ 500 ഡ്രോൺ, ഏതാണ്ട് 72 മണിക്കൂറാണ് ഈ വാറിൻ്റെ സംഭവം എന്ന് പറയുന്നത്. 600 ഡ്രോൺ അല്ലെങ്കിൽ 700 ഡ്രോൺ പല സെഗ്മെൻറ്റിൽ നിന്നും, പല മിലിറ്ററി ഇൻസ്റ്റലേഷൻ, എയർബേസ്, അങ്ങനെ പലയിടത്തും അവർ പ്രൊജക്ടൈൽസ് വന്നു എന്നുള്ള സത്യമാണ്. അപ്പം ഇതിനെ നമുക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു, അത് നിങ്ങൾ തീരുമാനിക്കും. പക്ഷേ ഇന്ത്യയിലെ 32 എയർപോർട്ട് അടച്ചിട്ടിരിക്കുക. അത് നിങ്ങൾക്കറിയാൻ സാധിക്കും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ അവരുടെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പറഞ്ഞേക്കുവാണ് 32 എയർപോർട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ബോർഡർ മാത്രമല്ല, ഇങ്ങോട്ട് മാറിയുള്ള എയർപോർട്ട്. അപ്പം ഇതെങ്ങനെയാണ്? അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം വേണം. അതായത് ഇത് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാലും ഒരു ഫുൾ സ്കെയിൽ വാർ തന്നെയായിരുന്നു ബേസിക്കലി. കാരണം ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതേപോലെ പല ആൾക്കാരോടും ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ ടാങ്കുകൾ ഇന്ത്യയുടെ അതിർത്തിയിലോട്ട് മൂവ് ചെയ്തു. അതായത് ഇന്ത്യ ആ സമയത്ത്, പക്ഷേ ഇന്ത്യ നേരിടാൻ തയ്യാറാണ്. അപ്പം അങ്ങനൊരു മൂവ്മെൻറ്റ് പാകിസ്ഥാൻ നടത്തി. കാരണം അവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കൊടുത്തു. ഞാൻ ഈ സ്ട്രാറ്റജിയെ പറ്റി പറയുമ്പോഴാണ് ഞാൻ പറയുക, കാരണം ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് നേട്ടമുണ്ടാക്കി. ഈ പറയുന്ന ടെറർ ക്യാമ്പുകളിലൊക്കെ നമ്മൾ പോയി ഫയർ ചെയ്തു, അവരുടെ ബേസുകൾ അറ്റാക്ക് ചെയ്തു. അതൊക്കെ നമ്മൾ നേട്ടമുണ്ടാക്കി. അടുത്ത ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ,
ഇതൊക്കെ നമ്മൾ നേരത്തെ നടത്തിയതല്ലേ. നമ്മൾ ഈ എയർ സുപ്പീരിയോറിറ്റി നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴല്ലല്ലോ വരുന്നേ. ഇതേപോലെ ടെറർ ക്യാമ്പിലാണെങ്കിലും പല രീതിയിലും സർജിക്കൽ സ്ട്രൈക്കും നമ്മൾ പലയിടത്തും വിജയിച്ച രാജ്യമാണ് ഇന്ത്യ. അത് ഇന്നോ ഇന്നലെ ഒന്നുമല്ല, നേരത്തെയും വിജയിച്ചിട്ടുണ്ട്. മോദി വന്ന ശേഷമല്ല, അതിനു മുമ്പേ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. 71 എന്തുമായിരുന്നു. ഇപ്പം എന്തുകൊണ്ടാണ് സംഘപരിവാറിനെ ആൾക്കാർ ഇന്ദിരാഗാന്ധിയെ ഇപ്പം പുകഴ്ത്തുന്നത്? ഉറപ്പായിട്ടും നമ്മൾ ഈ പറയുന്ന ട്രംപിന്റെ അമേരിക്കയുടെ മുമ്പിൽ സറണ്ടർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ആലോചിക്കുക, അമേരിക്ക പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ സമയം ചോദിക്കണം. അല്ല, പറ്റില്ല. നമുക്ക് ഓരോന്നിനും നമ്മളതിന് പേ ബാക്ക് എന്നുള്ള സംഭവമുണ്ട്. അപ്പം അത് നമ്മൾ അതിനുള്ള ടൈം ബൈ ചെയ്തിട്ട് വേണമായിരുന്നു. പെട്ടെന്ന് കയറി ഒരു വാറ്, അതായത് ഒരു കോൺഫ്ലിക്റ്റ് ആണെങ്കിലും വാറാണെങ്കിലും നമുക്കൊരു അച്ചീവ്മെന്റ് പൊസിഷനിലോട്ട് വരണം. ഇത് നിർബന്ധമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് സംഘപരിവാറിനകത്തും അതിഭയങ്കരമായ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതായത് 2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ വെച്ച് പറയുന്ന സംഭവമാണ്. 2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ ഈ പ്രധാനമന്ത്രി മോദി ആയിരിക്കുമോ അല്ലയോ. കാരണം ആ രീതിയിലാണ് ഇന്ത്യയിൽ ദേശീയത. കാരണം വലിയ ഇഷ്യൂ ആണ് ഈ സംഭവം, ചെറിയ ഇഷ്യൂ അല്ല ഇത്. കാരണം ഇന്ത്യയുടെ ട്രഡീഷനായിട്ടുള്ള ഫോഴ്സാണ് നമ്മുടെ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആരാണ് കയറി ഇതിനകത്ത് അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ചൊറിയരുത്, കംപ്ലീറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്തേക്കണമായിരുന്നു. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കാരണം ഓരോ ഇന്ത്യക്കാരനെയും ബാധിക്കുന്നൊരു ചോദ്യമായിട്ട് മാറി. എയർ സുപ്പീരിയോറിറ്റിയുടെ കാര്യമൊക്കെ വരാനുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കും. ഞാൻ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞത്, അതെന്തൊക്കെയായിരുന്നു സത്യം, അത് സത്യമാണോ അല്ലയോ. ഇന്ന് എയർ മാർഷല് എയർ ഓപ്പറേഷൻ, അതായത് ഡിഫൻസിൻ്റെ ഓപ്പറേഷൻ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, എയർഫോഴ്സിൻ്റെ അസറ്റുകൾ നഷ്ടപ്പെട്ടോ ഇല്ലയോ. അദ്ദേഹം പറഞ്ഞു അതിനെപ്പറ്റി ഇപ്പോൾ കമൻ്റ് ചെയ്യാൻ തയ്യാറല്ല. അതൊക്കെ നിങ്ങൾ അസസ് ചെയ്തോണം. ഞാൻ നേരത്തെ എന്താണ് പറഞ്ഞത്? കാരണം വീണ്ടും ഞാൻ പറഞ്ഞ ഇന്ത്യയുടെ കൂടാണ്. അപ്പം പറയാൻ പോകുന്നത്, പ്രൗഡ് ടു ബി ആൻ ഇന്ത്യ നാഷൻ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത്, എക്കോണമി, ഇതൊക്കെ ഉണ്ട്. ഒരു ചാടിപ്പിടിച്ച് പോകണമായിരുന്നു, പ്രിപ്പയർ ചെയ്തിട്ട് പോകണമായിരുന്നു. ചോദ്യങ്ങൾ ഇതിനൊക്കെ ജനാധിപത്യമായി ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് പലത് ഉത്തരം കൊടുക്കേണ്ടി വരും. അത് കൃത്യമാണ്. കാരണം ജനാധിപത്യ രീതിയിലാണ് ഇലക്റ്റഡ് ആയേക്കുന്നത്. എന്തുകൊണ്ടാണ് സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ്, അത് ലോകപ്രശസ്തമാണ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ, അത്രമാത്രം ആൾക്കാരാണ് ഉള്ളത് ഗ്ലോബലായിട്ട്. എന്താണ് അവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്? എന്തുവാണ് മോദിക്കെതിരെയും മോദി ഗവൺമെൻറ്റിനെതിരെയും? അതായത് പട്ടാളം എന്ന് പറയുന്നതിൻ്റെ ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ഇന്ത്യയുടെ ഓരോ ഇന്ത്യക്കാരൻ്റെയും അവൻ്റെ ലൈഫാണ് ഈ സാധനം. ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന സംഭവമാണ് ഇന്ത്യൻ ഡിഫൻസ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഞാൻ ഫർദറായിട്ട് പറയുന്നില്ല. കാരണം ഈ പറയുന്ന PIBയുടെ ഈ സംഭവം ഗവൺമെൻറ് ഓപ്പറേഷൻ സിന്ദൂർ ഓണാണ്, ആക്റ്റീവാണ്. എന്തായാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ രാജ്യം മുന്നോട്ട് പോകണം, പോയേ മതിയാകൂ. അപ്പോൾ എവിടെയൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ മോദി ഗവൺമെൻറ്റിൻ്റെ പല പാളിച്ചകൾ, അപ്പം അതിനെപ്പറ്റിയൊക്കെ വരാനുള്ള സമയങ്ങളിൽ, അതായത് എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അദ്ദേഹം പൂട്ടി, പച്ചത്തെറി, അദ്ദേഹത്തിൻ്റെ മകളെ തെറി, മറ്റുള്ളവർ, അതേപോലെ
ഡിഫൻസിൻ്റെ ഈ പറയുന്ന എയർ മാർഷൽ എയർഫോഴ്സിൻ്റെ അദ്ദേഹത്തിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ നിങ്ങൾ എടുത്ത് നോക്കുക. നിങ്ങൾ എന്നെ തെറി വിളിക്കുമ്പോൾ, അതായത് സൈബർ അറ്റാക്ക് മറ്റുള്ള ആൾക്കാരും പറയുമ്പോഴും എനിക്ക് നിങ്ങളോട് ഇന്നേ പറയാനുള്ളൂ, ഒരു സത്യത്തെയും ലോകത്താർക്കും മൂടി വെക്കാൻ കഴിയില്ല. വലിയ പാടാണ്. സത്യം മാത്രമേ ജയിക്കൂ. എങ്ങനെ ഇളക്കി പറഞ്ഞാൽ സത്യം 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 സത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല, ലോകത്താർക്കും.